900 കൂലിയാ കുടുംബത്തിന് സ്വതക്ക കൊടുത്താൽ. ഒരു മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോൾ നന്മന്റെ തട്ടിൽ ആദ്യം വെക്കുന്നത് അന്നഫഖത്തു അലൽ ഇയാൽ, കുടുംബത്തിന് വാങ്ങിക്കൊടുത്തതാ. വത്തക്ക, ഫ്രൂട്ട്സ്. ഇടക്ക് അങ്ങനെല്ലാം ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കും. ഇടക്ക് ടൗണിൽ നിന്നെല്ലാം പോകുമ്പോൾ ഭാര്യനോട് പറയാ, ഇന്നൊരു സാധനം എനിക്ക് വാങ്ങിയിട്ടാ വരുന്നത്, അങ്ങനെ കൊടുക്കണം. 4ാമത്തെ സ്വതക്കന്റെ കൂലി 1,00,000 കൂലി കിട്ടും. അതായിരിക്കാം ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുത്താൽ. സുബ്ഹാനല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കൊടുക്കണം. 1,00,000 കൂലിയാണത്. അത് ഉപ്പി ഉമ്മി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടൂലല്ലോ. അത് അവരുടെ പേരിൽ കൊടുക്കലല്ലേ നടക്കുള്ളൂ. നേരിട്ട് അവർക്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5ാമത്തത് സ്വതക്കന്റെ കൂലി. 5ാമത്തത് നോക്കുമ്പോ 9,00,000 കൂലി കിട്ടും. ആർക്ക് കൊടുത്താലെന്നറിയാം? ഇൽമിന്റെ അഹ്ലുകാർക്ക് കൊടുത്താൽ. ഇൽമിന്റെ അഹ്ലുകാർക്ക് സ്വതക്ക കൊടുത്താൽ എന്തിനാ ഇത്രയും കൂലി എന്നൊരു ചർച്ച ഉണ്ട് ഗ്രന്ഥത്തില്. അതിന് മറുപടി അവരേറ്റവും ടോപ്പിലെ അത് ചെലവാക്കുള്ളൂ. ഒരു മുത്തഅല്ലിം 5ാം വർഷം ദഅവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 500 രൂപ കൊടുത്ത ഓനാണെങ്കിൽ 2ാം ഭാഗം മഹല്ലി വാങ്ങാൻ പൈസയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷറഫുൽ മിൻഹാജ്, കൻസുർ റാഗബീന്, ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹിയുടെ അപ്പോഴാ 500 രൂപ ആരോ കൊടുക്കണത്. അതും ആ പൈസ കിട്ടിയാൽ ഉപര ആ കിതാബ് വാങ്ങും. ആ കിതാബ് കൊണ്ട് ഉപര എത്ര പഠിക്കും. അങ്ങനെ ഉപരൊരു മുദരിസായി 1000ങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും.